ചക്ക സീസണൊക്കെ കഴിഞ്ഞല്ലേ, എന്നാലും ഈ ഒരു റെസിപ്പി കൂടെ ഇരിക്കട്ടെ, ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഇനി ഇതുപോലെ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കുമ്പിളപ്പം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ചക്കയൊക്കെ വരട്ടി വെച്ചിട്ട് അതിനാണ് എൻ്റെ അടുത്ത് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കിത് ഫ്രഷ് ആയിട്ട് ഇത് അരച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനതവിടെ ഒരു 3 കപ്പ് ചക്ക ഒന്ന് അരച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടൊന്ന് അരച്ച് നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്തെടുക്കാം. ഇപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്, പുട്ടിൻ്റെ മാവ്, തരിയുള്ള പൊടി. അതാണ് കേട്ടോ ഈ ഒരു കുമ്പിളപ്പത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ സാധാരണ നൈസ് മാവിനേക്കാളും ഒരു പുട്ടുപൊടി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇതാ 1 കപ്പോളം റവയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് കേട്ടോ ഒരു പാകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇന്ന അളവൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ചക്ക എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പൊടി അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇതെവിടെ ചേർക്കും, നല്ല മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഉരുക്കി അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അതാണ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇനി മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5-2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ഉരുക്കിയാണ്, ഫ്രഷായിട്ട് നെയ്യ് ഉരുക്കിയെടുത്താണ്, അതാണ് ആ ഒരു കളറിലിരിക്കുന്നത്. ആ പത്രം കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചൊന്ന് വെക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. 2-3 ഏലക്കും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണേ. അതുപോലെ വയണയിലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഇലയിൽ ചെയ്യുമ്പോഴാണല്ലോ നല്ലൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ നല്ലൊരു മണത്തിനും ആ ഒരു ഗുണത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മാവ് ഇതുപോലെ നിറച്ച് നടക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മാവ് നിറച്ചൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിനും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യിൻ്റെയോ തേങ്ങയുടെ എല്ലാത്തിൻ്റെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതും ചേർത്തെടുക്കാം കേട്ടോ. കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ നേരത്തും ഇഡ്ഡലി ചെമ്പിൽ ആവശ്യം പോലെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഈ ഒരു കുമ്പിളപ്പം ഫുള്ളായിട്ട് വെച്ചിട്ട് അടച്ചു വെച്ചൊരു 25 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴാണ് ആ ഒരു ഇലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് ആ മാവിലോട്ടൊക്കെ ഒന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോഴാണ് ഇലയിൽ നിന്ന് വിട്ട് വരുന്നത് തന്നെ ഈ ഒരു ഐറ്റംസ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് നമുക്ക് വൈകിട്ട് സ്കൂളിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ട് ഞാൻ ചെയ്തതാണേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു റെസിപ്പി ഷെയർ ചെയ്ത ആളിനും താങ്ക്സ് ഉണ്ട്. പക്ഷേ ആളായിരുന്നു എനിക്ക് മറന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.